നമസ്കാരം. ഞാൻ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് ഇല്ലേ, അതായത് പച്ചക്കറി നുറുക്കിയതിന്റെ ബാക്കി വേസ്റ്റ്, കഞ്ഞിവെള്ളം, അരി കഴുകിയ വെള്ളം, പച്ചക്കറി കഴുകിയ വെള്ളം, ഇതാണ് ഞങ്ങളിവിടെ ഞങ്ങളുടേതായ ചെടികൾക്കൊക്കെ വളമാക്കുന്നത്. അത് എങ്ങനെയാണ് വരുന്നത്, എത്ര വരുന്നുണ്ട്, ഒരു വീട്ടിൽ ഒരു ദിവസം എത്ര വരുന്നുള്ളത് ഞാൻ കാണിച്ചു തരാട്ടോ. ഇത് നമ്മുടെ വീട്ടില് ഇപ്പൊ രാവിലെ നമ്മള് ഭക്ഷണം വയ്ക്കുന്ന സമയത്ത് കഞ്ഞിവെള്ളം ഉണ്ടാവുമല്ലോ, ചോറ് ഊറ്റിയിട്ട് കഞ്ഞിവെള്ളം ഉണ്ടാവും, കഞ്ഞിവെള്ളം ആക്കുന്നവർക്ക്. അപ്പൊ അതും പച്ചക്കറി കഴുകിയ വേസ്റ്റ് വെള്ളം ഉണ്ടല്ലോ, അതും കൂടിയാണ് ഈ പാത്രത്തിൽ വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഇന്ന് തന്നെ ചെടിയിൽ അപ്ലൈ ചെയ്യില്ല, ഒരു ചെറിയൊരു പുളി തട്ടണം. അതുകൊണ്ട് നാളെ കാലത്താണ് ഇത് അപ്ലൈ ചെയ്യാൻ പോണത്. ഇത് നമ്മളൊരു വേസ്റ്റ് ബക്കറ്റിൽ നമ്മൾ വെക്കും. നോക്കിക്കോട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇത് 20 ലിറ്ററിന്റെ പെയിന്റിന്റെ ബക്കറ്റാണ്. ഇതിൽ ഇന്നലെ വൈകുന്നേരം മുതലുള്ള കഞ്ഞിവെള്ളവും ഇങ്ങനെ പച്ചക്കറി കഴുകിയ വെള്ളവും പച്ചക്കറി വേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാനത് കാണിച്ചു തരാം. ഇതിൽ കണ്ടോ, അര ബക്കറ്റോളം വെള്ളവും പച്ചക്കറി വേസ്റ്റും അതിൽ കിടക്കുന്നുണ്ട്. നമ്മളിപ്പോ മുറിച്ചു കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന കഷ്ണങ്ങളുണ്ടല്ലോ, പച്ചക്കറി കഴുകിയ വെള്ളം ഉണ്ടാവും, കഞ്ഞിവെള്ളം ഉണ്ടാവും, അരി കഴുകിയ വെള്ളം ഉണ്ടാവും. അരി കഴുകിയ വെള്ളമാണ് കേട്ടോ ഏറ്റവും നല്ല വളവട്ടോ. അതിങ്ങനെ വെറുതെ ചെടികളിലേക്കൊന്ന് തെളിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഈ സാധനം അത്രയും പവറായിട്ട് അത് എണീറ്റ് വരുന്നത്. ഇതാണ് നമ്മുടെ പച്ചക്കറി നുറുക്കിയ വേസ്റ്റുകളാണ്. ബീട്രൂട്ടും മത്തനും ഉള്ളിത്തോലൊക്കെ, ഈ ഉള്ളിത്തോലൊക്കെ ഇല്ലേ, ഇത് ഭയങ്കര വളവട്ടോ. ഈ സാധനം നമ്മൾ ചെടിയിലിട്ട് കൊടുത്താൽ പെട്ടെന്ന് വളർച്ച കിട്ടും. ഇത് പിന്നെ പറങ്കിമാവ് അത് വവ്വാല് കൊത്തിയിട്ട് വീണപ്പോ അത് കേട് വന്നപ്പോ ഞാൻ അതിൽ ഇതിന്റെ കൂടെ മിക്സ് ചെയ്യണം മാത്രം. ഏത് വേസ്റ്റും, പ്ലാസ്റ്റിക് ഒഴികെ ഏത് വേസ്റ്റും ഇടാം. ഇടുന്നത് കാണണം. ഈ വേസ്റ്റ് മൊത്തം ഞാൻ ഈ ബക്കറ്റിലേക്ക് തട്ടും കേട്ടോ. ഇതാണ്ടോ, ഇങ്ങനെയുള്ള വേസ്റ്റ് മൊത്തം ഈ ബക്കറ്റിലേക്ക് തട്ടും. ഈ അരി കഴുകിയ വെള്ളം, കഞ്ഞിവെള്ളം, പച്ചക്കറി കഴുകിയ വെള്ളം, ഇതൊക്കെ കൂടിയിട്ട് ഞാൻ ഈ ബക്കറ്റിലേക്ക് ഒഴിച്ചു വെക്കും. ഇനി ഇന്ന് രാത്രിയും കൂടെ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഈ ബക്കറ്റ് ഫില്ലാകും. നാളെ രാവിലേക്ക് ഇത് നന്നായിട്ട് പുളി വന്നിട്ടുണ്ടാവും. നമുക്ക് ചെടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ നോക്കിയോട്ടാ, ഒരു വാഴയുണ്ട്, അതുപോലെ ഒരു കറിവേപ്പില ചെടിയുണ്ട്, ഒരു പച്ചമുളക് ചെടിയുണ്ട്. ഇങ്ങനെ നമ്മൾ അടുപ്പിച്ചിട്ടാണ് വെക്കുക. അതിന്റെ ഇവിടെ കുഴിയാക്കിയിട്ട് ഈ ഭാഗം ഈ പച്ചക്കറി വേസ്റ്റും ഈ വെള്ളവും കൂടെ ഒഴിച്ച് വെറുതെ വിടുന്നതാണ്. കുറച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ മേലെ മണ്ണൊന്ന് തൂവി കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല വളമായി മാറും. ഇതിങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയത്ത് മണ്ണിൽ എപ്പോഴും വളക്കൂറുണ്ടായിക്കൊണ്ടേയിരിക്കും.